ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു കഥാപാത്രം എത്തുന്നുണ്ട്. അതൊരു പക്ഷെ കൃഷിന്റെ യഥാർത്ഥ അമ്മയാകാം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് ആന്റിയമ്മയാണ്. ആന്റിയമ്മ അടുക്കളയിൽ നല്ല പാചകത്തിലാണ്. എന്നാൽ ഈ സമയത്ത് ജയമോഹൻ സാഗറിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ആ ഗുണ്ട കട്ടിലിന്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ്. ഊരിപ്പിടിച്ച കത്തിയുമായിട്ടാണ് വരുന്നത്. തുടർന്ന് അയാൾ വീണ്ടും ആ ചുമരിന്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയാണ്. തുറന്നു കാണിക്കുന്നത് അലിഗയുടെ ഓഫീസാണ്. കൺമണി ഓടിപ്പടച്ച് പുറത്തേക്ക് വരികയാണ്. ദേവ്ജിയുടെ അടുത്തേക്കാണ് കൺമണി ചെല്ലുന്നത്. തുറന്ന് ദേവ്ജിയോട് പിന്നെ കൺമണി, ദേവ്ജി ഞാൻ എന്താ കുറച്ച് നേരത്തെ പോയിക്കോട്ടെ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി അതെന്ത് പറ്റി, സാധാരണ കൺമണി അങ്ങനെ നേരത്തെ പോകുന്ന ഒരാളല്ലല്ലോ, ഇന്നെന്താണ് നേരത്തെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കൺമണി എനിക്ക് അങ്ങാടി കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പച്ചമരുന്നുകളെല്ലാം വാങ്ങാനുണ്ട്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് അതെന്ത് സാധനമാണ് കൺമണിക്ക് വാങ്ങാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി അമുക്കൂരം, ദേവദാരു, ത്രിതല ഈ 3 കൂട്ടം എനിക്ക് അങ്ങാടിക്കടയിൽ പോയിട്ട് വാങ്ങാനുണ്ടെന്ന് പറയുകയാണെന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മഹിയും കൂടി വരികയാണ്. തുടർന്ന് ദേവ്ജി കുറച്ചു നേരം ആലോചിച്ചിട്ട് പിന്നെ കൺമണിയോട് അല്ല കൺമണി ഇത് അവിടെ പോയാൽ കിട്ടുമെന്ന് കൺമണിയോട് ആരാണ് പറഞ്ഞത്, അവിടെയൊന്നും ഇങ്ങനത്തെ സാധനം ഒന്നുമില്ല എന്ന് കൺമണിയോട് പറയുകയാണ്. കൺമണി ദേവ്ജിയോട് പറഞ്ഞൊരു പച്ചക്കള്ളമാണ്, കൃഷ്ണൻ കാണാൻ നേരത്തെ പോകുന്നതാണ്, അത് മറച്ചു വെച്ചുകൊണ്ടാണ് കൺമണി ഒരു കള്ളം പറയുന്നത്. പക്ഷേ ദേവ്ജിക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയെ ഒന്ന് വട്ട് കളിപ്പിക്കുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് ഇത് അവിടെ കിട്ടില്ല, ഇത് കിട്ടുന്ന ഒരു സ്ഥലം എനിക്കറിയാം, എനിക്കൊരു യോഗിയെ പരിചയമുണ്ട്, ആ യോഗിയുടെ അടുത്ത് പോയാൽ കൺമണിക്ക് ഇത് കിട്ടുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ചിരിക്കുകയാണ്. എങ്കിൽ ഞാൻ ആ യോഗിയുടെ അടുത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി വീണ്ടും അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ദേവ്ജി കൺമണിയെ വീണ്ടും വിളിക്കുകയാണ്. അല്ല കൺമണി ആ യോഗിയുടെ പേരെന്താണെന്ന് പോലും ഞാൻ പറഞ്ഞില്ല, പിന്നെ എങ്ങനെ കൺമണി ആ യോഗിയെ കണ്ടെത്തുമെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ യോഗിയെ വിളിച്ച് കൺമണി പറഞ്ഞ ഈ 3 കൂട്ടം ഒരുക്കി വെക്കാൻ പറയാം, എന്നിട്ട് കൺമണി പോയാൽ മതി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ പണി പാടി എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും ദേവ്ജി കൺമണിയോട് കൺമണിക്ക് ആ യോഗിയുടെ പേരെന്താണെന്ന് അറിയണ്ടേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി ഒന്നും അറിയാത്ത പോലെ ആ യോഗിയുടെ പേരെന്താണ് ദേവ്ജി എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി ഒന്ന് ചിരിച്ചുകൊണ്ട് കൃഷിന്റെ പേര് പറയുകയാണ്. എന്നാൽ ആ പേര് കേട്ട് കൺമണി ഒന്ന് ചെറിയൊരു നാണത്തോടു കൂടി ചമ്മിങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയെ കളിയാക്കുകയാണ്. കൃഷ്ണ കാണാൻ നേരത്തെ പോകണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാണ് കൺമണി ഇങ്ങനെ ചമ്മി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ പറഞ്ഞു വിടുകയാണ് ദേവ്ജി. തുടർന്ന് മഹി പിന്നെ ദേവ്ജിയോട് ആ യോഗിയുടെ പേര് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആ യോഗിയെ കണ്ട ചില ഒരു ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ദേവ്ജി മഹിയും കളിയാക്കുകയാണ്. എങ്കിൽ പിന്നെ നീ സമയം കളയണ്ട, നീ കൺമണിക്കൊപ്പം പൊയ്ക്കോളാൻ പറയുകയാണ്. ആ യോഗിയാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ് ദേവ്ജി മഹിയെയും കളിയാക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന കൺമണിയാണ്. കൺമണി കൃഷ്ണ കാണുന്നതിന് വേണ്ടി ദേവ്ജിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വഴിയിൽ ഒരു സ്ത്രീ തളർന്ന ബോധം കെട്ട് വീണ് കിടക്കുന്നു കൺമണി കാണുകയാണ്. തുടർന്ന് വേഗം തന്നെ കൺമണി അവർക്ക് അടുത്തേക്ക് ഓടിയെത്തി അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അതിനുശേഷം കൺമണി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. തുടർന്ന് ഡോക്ടർമാർ ആ സ്ത്രീയെ പരിശോധിക്കുകയാണ്. ഡോക്ടർ കൺമണിയോട് ആ സ്ത്രീ ആരാണെന്ന് ചോദിക്കുമ്പോൾ കൺമണി അയ്യോ ഡോക്ടറെ ഇവരാരാണെന്ന് എനിക്കറിയില്ല, ഞാൻ നടന്നു വരുമ്പോൾ വഴിയരികിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടതാണ്, അവരെ അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയുകയാണ് കൺമണി. തുടർന്ന് ആ സ്ത്രീക്ക് ബോധം വരികയാണ്. തുടർന്ന് കൺമണിയും ആ സ്ത്രീയും കൂടി ഡോക്ടറെ കാണാൻ ചെന്നിരിക്കുകയാണ്. ആ ക്യാബിനിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇനി ആ സ്ത്രീക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കഥയിൽ വല്ല പ്രാധാന്യമുണ്ടോ എന്നറിയില്ല.